നമസ്കാരം. എജുവേൾഡ് കേരള യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് +2 തുല്യതാ പഠിതാക്കൾക്കായി മുൻ വർഷങ്ങളിലെ പൊതുപരീക്ഷയുടെ ചോദ്യപേപ്പറുകളിലും അക്ഷരകേരളി മാതൃകാ ചോദ്യപേപ്പറുകളിലും വന്ന വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ നിന്നുള്ള ചോദ്യങ്ങൾ തീർച്ചയായും ഉണ്ടാകും. അതുകൊണ്ട് ക്ലാസ് മുഴുവനായും കാണുക. ഇതുപോലെയുള്ള ക്ലാസുകൾ തുടർന്ന് ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ ക്ലാസുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി അറിയിക്കുക. ക്ലാസ് ഇഷ്ടമായ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. ചോദ്യപേപ്പർ നോക്കാം. പിന്നെ മറ്റൊരു കാര്യം, വീഡിയോ അപ്ലോഡ് ചെയ്തതിനു ശേഷം എഡിറ്റ് ചെയ്യാൻ സാധ്യമല്ലാത്തതിനാൽ ഉത്തരങ്ങൾ പറയുമ്പോൾ എന്തെങ്കിലും തെറ്റുപറ്റി പോയിട്ടുണ്ടെങ്കിൽ അത് ഫസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് ക്ലാസ് കാണുന്നവർ ഫസ്റ്റ് കമന്റും കൂടി ഒന്ന് നോക്കുവാൻ ശ്രമിക്കുക. ഒന്നാമത്തെ ചോദ്യം, ജീവിതപ്പോരിൽ അപജയം സംഭവിച്ചത് ആർക്ക്? ജീവിതപ്പോരിൽ അപജയം സംഭവിച്ചത് ആർക്ക്? ഓപ്ഷൻസ്: കവിക്ക്, സോദരന്, യോദ്ധാവിന്. ഉത്തരം സോദരന്. ഉത്തരം സോദരന്. പേജ് നമ്പർ 138 ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ ഉദ്ബോധനം എന്ന കവിതയിൽ നിന്നുള്ള ചോദ്യമാണ്. ഇത് അദ്ദേഹത്തിന്റെ കിരണാവലി എന്ന കൃതിയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. രണ്ടാമത്തെ ചോദ്യം, മുരിങ്ങ എളുപ്പത്തിൽ പൊട്ടുന്ന മരമാണ്, വീട്ടിനരികെ അത് നടരുത് എന്ന് പറഞ്ഞതാര്? മുരിങ്ങ എളുപ്പത്തിൽ പൊട്ടുന്ന മരമാണ്, വീട്ടിനരികെ അത് നടരുത് എന്ന് പറഞ്ഞതാര്? ഓപ്ഷൻസ്: ഭാര്യ, അപ്പു, കഥാകൃത്ത്. ഉത്തരം ഭാര്യ. ഉത്തരം ഭാര്യ. പേജ് നമ്പർ 113 ടി പത്മനാഭന്റെ ജീവന്റെ വഴി എന്ന പാഠഭാഗത്തിൽ നിന്നുള്ള ചോദ്യമാണിത്. അദ്ദേഹത്തിന്റെ പുഴ കടന്ന് മരങ്ങളുടെ ഇടയിലേക്ക് എന്ന കൃതിയിൽ നിന്നുമാണ് ഇതെടുത്തിട്ടുള്ളത്. മൂന്നാമത്തെ ചോദ്യം, ഗൗളി ജന്മം എന്ന കഥയിൽ പരാമർശിക്കുന്ന പൊൻകുന്നം വർക്കിയുടെ കഥാപാത്രം ഏത്? ഗൗളി ജന്മം എന്ന കഥയിൽ പരാമർശിക്കുന്ന പൊൻകുന്നം വർക്കിയുടെ കഥാപാത്രം ഏത്? ഓപ്ഷൻസ്: ആൻഗൗളി, ആരതി, കിശോരിലാൽ. ഉത്തരം കിശോരിലാൽ. ഉത്തരം കിശോരിലാൽ. പേജ് നമ്പർ 146 ഗൗളി ജന്മം ഗ്രേസിയുടെ 2 സ്വപ്നദർശികൾ എന്ന കൃതിയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. ഗൗളികളെ കേന്ദ്ര കഥാപാത്രമാക്കി ആക്ഷേപഹാസ്യത്തിലൂടെ ഗ്രേസി നടത്തുന്ന സാമൂഹ്യ വിമർശനമാണ് പാഠഭാഗം. കഥയിൽ ഒരു ഡോക്ടറുടെ ഈഗോ കാരണം ഒരു ചെറുപ്പക്കാരൻ മരണത്തിന് കീഴ്പ്പെടുന്ന സന്ദർഭത്തിൽ ആൺഗൗളി തന്റെ ഇണയായ പെൺഗൗളിയോട് പൊൻകുന്നം വർക്കിയുടെ പ്രഗത്ഭനായ ഒരു ഡോക്ടർ കഥാപാത്രമായ കിശോരിലാലിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അതാണ് ചോദ്യഭാഗം. നാലാമത്തെ ചോദ്യം, എന്റെ കൈത്തണ്ടിലി രാഗിച്ചരടു നീ ബന്ധിച്ചു, തെല്ലിട മിണ്ടാതെ നിന്നുവോ? ഈ വരികളിൽ പരാമർശിക്കുന്ന രാഗിച്ചരട് എന്തിന്റെ പ്രതീകമാണ്? എന്റെ കൈത്തണ്ടിലി രാഗിച്ചരടു നീ ബന്ധിച്ചു, തെല്ലിട മിണ്ടാതെ നിന്നുവോ? ഈ വരികളിൽ പരാമർശിക്കുന്ന രാഗിച്ചരട് എന്തിന്റെ പ്രതീകമാണ്? ഓപ്ഷൻസ്: സാഹോദര്യം, പ്രണയം, കാപട്യം. ഉത്തരം സാഹോദര്യം. ഉത്തരം സാഹോദര്യം. പേജ് നമ്പർ 29 ONV കുറുപ്പിന്റെ പെങ്ങൾ എന്ന കവിതയിൽ നിന്നുള്ള ഒരു ചോദ്യമാണിത്. അദ്ദേഹത്തിന്റെ അപരാഹ്നം എന്ന കൃതിയിൽ നിന്നുമാണ് ഇതെടുത്തിട്ടുള്ളത്. അടുത്തത് അഞ്ചാമത്തെ ചോദ്യം, ഒപ്പനപ്പാട്ടുകളിലെ ഭാഷാരീതി ഏത്? ഒപ്പനപ്പാട്ടുകളിലെ ഭാഷാരീതി ഏത്? ഓപ്ഷൻസ്: മണിപ്രവാളം, സുറിയാനി മലയാളം, അറബി മലയാളം. ഉത്തരം അറബി മലയാളം. ഉത്തരം അറബി മലയാളം. പേജ് നമ്പർ 52 വളയിട്ട കൈകൾ എന്ന പാഠഭാഗത്തു നിന്നുള്ള ചോദ്യമാണ്. മുസ്ലിം മതവിഭാഗത്തിന്റെ വിവാഹ ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് നടത്തപ്പെടുന്ന ആഘോഷങ്ങളിൽ അവതരിപ്പിക്കുന്ന ഒരു സംഘ നൃത്തമാണ് ഒപ്പന. അതുപോലെ ഈ പാഠഭാഗത്തിൽ തിരുവാതിരകളി, മാർഗംകളി എന്നിവയെക്കുറിച്ചും വിശദീകരിക്കുന്നുണ്ട്. പാഠഭാഗം നല്ലതുപോലെ വായിച്ച് ഇവയെല്ലാം മനസ്സിലാക്കി വെക്കുക. ആറാമത്തെ ചോദ്യം, നിന്റെ ജീവിതം നിൻകാര്യം മാത്രം എന്ന് പറഞ്ഞത് ആര്? നിന്റെ ജീവിതം നിൻകാര്യം മാത്രം എന്ന് പറഞ്ഞത് ആര്? ഓപ്ഷൻസ്: തള്ളക്കോഴി, കോഴിക്കുഞ്ഞ്, പരുന്ത്. ഉത്തരം തള്ളക്കോഴി. ഉത്തരം തള്ളക്കോഴി. പേജ് നമ്പർ 91 കടമ്മനിട്ട രാമകൃഷ്ണന്റെ കോഴി എന്ന കവിതയിൽ നിന്നുള്ള ചോദ്യമാണ്. ഒരു തള്ളക്കോഴിയുടെ വീക്ഷണ കോണിലൂടെയാണ് കവിത കടന്നു പോകുന്നത്. അടുത്തത് ചേരുംപടി ചേർക്കുവാനാണ്. 7 മുതൽ 11 വരെയുള്ള ചോദ്യങ്ങളാണ് ചേരുംപടി ചേർക്കുവാൻ തന്നിരിക്കുന്നത്. ഓരോന്നിനും ഓരോ സ്കോർ വീതമാണ്. കുറച്ച് പാഠഭാഗങ്ങളുടെയും അവയിലെ കഥാപാത്രങ്ങളുടെയും പേരുകളാണ് ചേരുംപടി ചേർക്കുവാനായി നൽകിയിരിക്കുന്നത്. അവയെന്ന് നോക്കാം. അതിരുകളില്ലാത്ത സ്നേഹം, ഉദാത്തമായ സന്ദേശങ്ങൾ, സുഹൃതം, ഗൗളി ജന്മം, വെള്ളപ്പൊക്കത്തിൽ എന്നീ പാഠഭാഗങ്ങളുടെ പേരുകളും ശിവസുബ്രഹ്മണ്യർ, സന്ദർശക, ചേന്നപ്പറയൻ, രവി, ഖാദർ സാഹിബ് എന്നീ കഥാപാത്രങ്ങളുടെ പേരുകളുമാണ് നൽകിയിരിക്കുന്നത്. ഇനി ഇതൊന്ന് ചേരുംപടി ചേർക്കാം.
7 അതിരുകളില്ലാത്ത സ്നേഹം. 7 അതിരുകളില്ലാത്ത സ്നേഹം. ഉത്തരം ഖാദർ സാഹിബ്. അതിരുകളില്ലാത്ത സ്നേഹം ഖാദർ സാഹിബ്. അതിരുകളില്ലാത്ത സ്നേഹം ഖാദർ സാഹിബ്. പേജ് നമ്പർ 100 ഡോക്ടർ വി പി ഗംഗാധരന്റെ അതിരുകളില്ലാത്ത സ്നേഹം എന്ന പാഠഭാഗം അദ്ദേഹത്തിന്റെ ജീവിതമെന്ന അത്ഭുതം എന്ന കൃതിയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. അദ്ദേഹത്തിന്റെ അടുത്ത് ചികിത്സയ്ക്കെത്തിയ ക്യാൻസർ രോഗിയായ ആമിനമ്മയുടെയും അവരുടെ ഭർത്താവായ ഖാദർ സാഹിബിന്റെയും ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത്. 8ാമത്തെ ചോദ്യം, ഉദാത്തമായ സന്ദേശങ്ങൾ. 8 ഉദാത്തമായ സന്ദേശങ്ങൾ. ഉത്തരം ശിവസുബ്രഹ്മണ്യർ. ഉത്തരം ശിവസുബ്രഹ്മണ്യർ. ഉദാത്തമായ സന്ദേശങ്ങൾ ശിവസുബ്രഹ്മണ്യർ. പേജ് നമ്പർ 41 ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിന്റെ ഉദാത്തമായ സന്ദേശങ്ങൾ എന്ന പാഠം അദ്ദേഹത്തിന്റെ അഗ്നിച്ചിറകുകൾ എന്ന ആത്മകഥയിൽ നിന്നും എടുത്ത ഒരു ഭാഗമാണ്. അദ്ദേഹത്തിന്റെ ശാസ്ത്രാധ്യാപകനായിരുന്നു ശിവസുബ്രഹ്മണ്യർ. 9 സുഹൃതം. 9 സുഹൃതം. ഉത്തരം രവി. സുഹൃതം രവി. പേജ് നമ്പർ 59 എം ഡി വാസുദേവൻ നായരുടെ സുഹൃതത്തിലെ കേന്ദ്ര കഥാപാത്രമാണ് രവി. സുഹൃതത്തിന്റെ തിരക്കഥയുടെ കുറച്ച് ഭാഗമാണ് പാഠഭാഗമായി തന്നിരിക്കുന്നത്. സിനിമയിൽ മമ്മൂട്ടിയാണ് രവി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. 10 ഗൗളി ജന്മം. ഉത്തരം സന്ദർശക. ഗൗളി ജന്മം സന്ദർശക. ഗൗളി ജന്മം എന്ന പാഠഭാഗത്തെ കുറിച്ച് മുൻ ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഗ്രേസിയുടെ ഗൗളി ജന്മത്തിലെ ഒരു കഥാപാത്രമായി വരുന്നതാണ് സന്ദർശക. ഗൗളി ജന്മം സന്ദർശക. 11 വെള്ളപ്പൊക്കത്തിൽ. ഉത്തരം ചേന്നപ്രയൻ. വെള്ളപ്പൊക്കത്തിൽ ചേന്നപ്രയൻ. പേജ് നമ്പർ 17 തകഴി ശിവശങ്കരപിള്ളയുടെ വെള്ളപ്പൊക്കത്തിൽ എന്ന കഥാപാത്രത്തിലെ പ്രധാന കഥാപാത്രമായ നായയുടെ യജമാനനാണ് ചേന്നപ്രയൻ. വെള്ളപ്പൊക്കത്തിൽ ചേന്നപ്രയൻ. ഒന്നുകൂടി നോക്കാം. അതിരുകളില്ലാത്ത സ്നേഹം ഖാദർ സാഹിബ്. അതിരുകളില്ലാത്ത സ്നേഹം ഖാദർ സാഹിബ്. ഉദാത്തമായ സന്ദേശങ്ങൾ ശിവസുബ്രഹ്മണ്യർ. ഉദാത്തമായ സന്ദേശങ്ങൾ ശിവസുബ്രഹ്മണ്യർ. സുഹൃതം രവി. സുഹൃതം രവി. ഗൗളി ജന്മം സന്ദർശക. ഗൗളി ജന്മം സന്ദർശക. വെള്ളപ്പൊക്കത്തിൽ ചേന്നപ്രയൻ. വെള്ളപ്പൊക്കത്തിൽ ചേന്നപ്രയൻ. ഇത് ഈ ക്രമത്തിൽ എഴുതുക. അടുത്തത് 2025 പൊതുപരീക്ഷയുടെ 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആണ് വിശദീകരിക്കുന്നത്. നോക്കാം. 1ാമത്തെ ചോദ്യം, കൊല്ലിക്ക് എത്രേ നിനക്കു രസമിടോ. കൃഷ്ണനെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഈ പരാമർശം ആരുടേതാണ്? കൊല്ലിക്ക് എത്രേ നിനക്ക് രസമിടോ. കൃഷ്ണനെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഈ പരാമർശം ആരുടേതാണ്? ഓപ്ഷൻസ് ധൃതരാഷ്ട്രർ, ഗാന്ധാരി, കർണൻ. ഉത്തരം ഗാന്ധാരി. ഉത്തരം ഗാന്ധാരി. പേജ് നമ്പർ 11 ഗാന്ധാരി വിലാപത്തിൽ നിന്നുള്ള ചോദ്യമാണിത്. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛന്റെ മഹാഭാരതം കിളിപ്പാട്ട സ്ത്രീപർവത്തിലെ വളരെ ശ്രദ്ധേയമായ ഒരു ഭാഗമാണ് ഗാന്ധാരി വിലാപം. 2ാമത്തെ ചോദ്യം, അഗ്നിച്ചിറകുകൾ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവാര്? അഗ്നിച്ചിറകുകൾ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവാര്? ഓപ്ഷൻസ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം, കെ ആർ നാരായണൻ, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഉത്തരം ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം. ഉത്തരം ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം. പേജ് നമ്പർ 41 ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിന്റെ ഉദാത്തമായ സന്ദേശങ്ങൾ എന്ന പാഠഭാഗം അദ്ദേഹത്തിന്റെ അഗ്നിച്ചിറകുകൾ എന്ന ആത്മകഥയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. 3ാമത്തെ ചോദ്യം, ജനാധിപത്യത്തിന്റെ 4ാം തൂണായി വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? ജനാധിപത്യത്തിന്റെ 4ാം തൂണായി വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? ഓപ്ഷൻസ് നാടകം, സിനിമ, മാധ്യമം. ഉത്തരം മാധ്യമം. ഉത്തരം മാധ്യമം. ഇത് പേജ് നമ്പർ 77 കെ കെ ശ്രീധരൻ നായർ എഴുതിയ പത്രമാധ്യമങ്ങളുടെ പ്രസക്തി എന്ന പാഠഭാഗത്തു നിന്നുള്ള ചോദ്യമാണ്. 4th എസ്റ്റേറ്റ് എന്ന് വിളിക്കപ്പെടുന്ന പത്രമാധ്യമങ്ങൾ ജനാധിപത്യത്തിന്റെ നെടുന്തൂണുകളിൽ 4ാമത്തേതാണ്. ഈ പാഠഭാഗത്തു നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള 2 ചോദ്യങ്ങൾ കൂടി നോക്കാം. ജനാധിപത്യത്തിന്റെ 4 നെടുന്തൂണുകൾ ഏതൊക്കെയാണ്? ജനാധിപത്യത്തിന്റെ 4 നെടുന്തൂണുകൾ ഏതൊക്കെയാണ്? ഉത്തരം പാർലമെന്റ്, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, പത്രമാധ്യമങ്ങൾ. ജനാധിപത്യത്തിന്റെ 4 നെടുന്തൂണുകൾ പാർലമെന്റ്, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, പത്രമാധ്യമങ്ങൾ. അതുപോലെ മറ്റൊരു ചോദ്യം, മലയാളികളുടെ പ്രധാനപ്പെട്ട സാംസ്കാരിക മുദ്ര എന്താണ്? മലയാളികളുടെ പ്രധാനപ്പെട്ട സാംസ്കാരിക മുദ്ര എന്താണ്? ഉത്തരം പത്രവായന. മലയാളികളുടെ പ്രധാനപ്പെട്ട സാംസ്കാരിക മുദ്ര പത്രവായനയാണ്. 4ാമത്തെ ചോദ്യം, പ്രകാശം പരത്തുന്ന പെൺകുട്ടി എന്ന കഥ എഴുതിയതാര്? പ്രകാശം പരത്തുന്ന പെൺകുട്ടി എന്ന കഥ എഴുതിയതാര്? ഓപ്ഷൻസ് പുനത്തിൽ കുഞ്ഞബ്ദുള്ള, എം മുകുന്ദൻ, ടി പത്മനാഭൻ. ഉത്തരം ടി പത്മനാഭൻ. ഉത്തരം ടി പത്മനാഭൻ. പ്രകാശം പരത്തുന്ന പെൺകുട്ടി എന്ന കഥ എഴുതിയത് ടി പത്മനാഭനാണ്. പേജ് നമ്പർ 113 ജീവന്റെ വഴി എന്ന പാഠഭാഗം ടി പത്മനാഭന്റെ പുഴ കടന്ന് മരങ്ങളുടെ ഇടയിലേക്ക് എന്ന കൃതിയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്.
ഗൗരി, കടൽ, നളിനകാന്തി, മക്കൻ സിംഗിന്റെ മരണം എന്നിവയും അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളാണ്. അഞ്ചാമത്തെ ചോദ്യം, ഉദ്ബോധനം എന്ന കവിതയിൽ നട്ടെല്ല് വളയ്ക്കാതെ എന്തു ചെയ്യണമെന്നാണ് കവി പറയുന്നത്? ഉദ്ബോധനം എന്ന കവിതയിൽ നട്ടെല്ല് വളയ്ക്കാതെ എന്തു ചെയ്യണമെന്നാണ് കവി പറയുന്നത്? ഓപ്ഷൻസ്: ധീരനായി മുന്നോട്ടു ചാടിക്കുതിക്കാൻ, വിശ്രമമാണ് ജീവിത വിജയം, പ്രതികരിക്കാതിരിക്കലാണ് നല്ലത്. ഉത്തരം: ധീരനായി മുന്നോട്ടു ചാടിക്കുതിക്കാൻ. ഉത്തരം: ധീരനായി മുന്നോട്ടു ചാടിക്കുതിക്കാൻ. പേജ് നമ്പർ 138 ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ ഉദ്ബോധനം എന്ന കവിത അദ്ദേഹത്തിന്റെ കിരണാവലി എന്ന കൃതിയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. അടുത്തത് ആറാമത്തെ ചോദ്യം, മണ്ണിന്റെ വളക്കൂറ് കുറയ്ക്കുന്നതിന്റെ പ്രധാന കാരണമായി കണ്ടെത്തുന്നത് എന്താണ്? മണ്ണിന്റെ വളക്കൂറ് കുറയ്ക്കുന്നതിന്റെ പ്രധാന കാരണമായി കണ്ടെത്തുന്നത് എന്താണ്? ഓപ്ഷൻസ്: അമിതമായ രാസവള പ്രയോഗം, ജൈവവള പ്രയോഗം, കൃത്യമായ പരിചരണം. ഉത്തരം: അമിതമായ രാസവള പ്രയോഗം. ഉത്തരം: അമിതമായ രാസവള പ്രയോഗം. ഈ ചോദ്യം പേജ് നമ്പർ 159 ജൈവ കൃഷി എന്ന പാഠഭാഗത്ത് നിന്നുള്ളതാണ്. അടുത്തത് ഏഴാമത്തെ ചോദ്യം. ഏഴാമത്തെ ചോദ്യം ചേരുംപടി ചേർക്കുവാനാണ്. 5 എണ്ണമാണ് ചേരുംപടി ചേർക്കുവാനുള്ളത്. ഓരോന്നിനും ഓരോ സ്കോർ വീതമാണ്. ചേരുംപടി ചേർക്കുവാൻ തന്നിരിക്കുന്നത് തകഴി ശിവശങ്കരപിള്ള, മാർഗംകളി MD വാസുദേവൻ നായർ, തള്ളക്കോഴി S ജോസഫ്. ഇനി ഇതുമായി ചേരുംപടി ചേർക്കുവാൻ തന്നിരിക്കുന്നത് ഉപ്പന്റെ കൂവൽ വരയ്ക്കുന്നു, മാതൃത്വത്തിന്റെ പ്രതീകം, ചെമ്മീൻ, സുഹൃതം, നാടൻ കല എന്നിവയാണ്. ഇനി ഇതൊന്ന് ചേരുംപടി ചേർക്കാം. തകഴി ശിവശങ്കരപിള്ള ചെമ്മീൻ. തകഴി ശിവശങ്കരപിള്ള ചെമ്മീൻ. തകഴി ശിവശങ്കരപിള്ളയുടെ പ്രസിദ്ധമായ കൃതിയാണ് ചെമ്മീൻ. തകഴി ശിവശങ്കരപിള്ളയുടെ വെള്ളപ്പൊക്കത്തിൽ എന്ന പാഠഭാഗമാണ് പഠിക്കുവാനുള്ളത്. അപ്പൊ തകഴി ശിവശങ്കരപിള്ള ചെമ്മീൻ. മാർഗംകളി നാടൻകല. മാർഗംകളി നാടൻകല ക്രിസ്ത്യൻ മതവിഭാഗത്തിന്റെ ഒരു നാടൻ കലാരൂപമാണ് മാർഗംകളി. മാർഗംകളി നാടൻകല. MD വാസുദേവൻ നായർ സുഹൃതം. MD വാസുദേവൻ നായർ സുഹൃതം. തള്ളക്കോഴി മാതൃത്വത്തിന്റെ പ്രതീകം. തള്ളക്കോഴി മാതൃത്വത്തിന്റെ പ്രതീകം. കടമ്മനിട്ടയുടെ കോഴി എന്ന കവിതയിലെ മാതൃത്വത്തിന്റെ പ്രതീകമാണ് തള്ളക്കോഴി. S ജോസഫ് ഉപ്പന്റെ കൂവൽ വരയ്ക്കുന്നു. S ജോസഫ് ഉപ്പന്റെ കൂവൽ വരയ്ക്കുന്നു. S ജോസഫിന്റെ ഉപ്പന്റെ കൂവൽ വരയ്ക്കുന്നു എന്ന കൃതിയിൽ നിന്നും എടുത്തിട്ടുള്ള നാടോടികളും വീട്ടുകാരും എന്ന പാഠഭാഗമാണ് പഠിക്കുവാനുള്ളത്. S ജോസഫ് ഉപ്പന്റെ കൂവൽ വരയ്ക്കുന്നു. ഇനി ഒന്നുകൂടെ നോക്കാം. തകഴി ശിവശങ്കരപിള്ള ചെമ്മീൻ. തകഴി ശിവശങ്കരപിള്ള ചെമ്മീൻ. മാർഗംകളി നാടൻകല. മാർഗംകളി നാടൻകല. MD വാസുദേവൻ നായർ സുഹൃതം. MD വാസുദേവൻ നായർ സുഹൃതം. തള്ളക്കോഴി മാതൃത്വത്തിന്റെ പ്രതീകം. തള്ളക്കോഴി മാതൃത്വത്തിന്റെ പ്രതീകം. S ജോസഫ് ഉപ്പന്റെ കൂവൽ വരയ്ക്കുന്നു. S ജോസഫ് ഉപ്പന്റെ കൂവൽ വരയ്ക്കുന്നു. ഇത് ഈ ക്രമത്തിൽ എഴുതുക. അടുത്തത് 2024 അക്ഷരകൈരളി മാതൃക ചോദ്യപേപ്പറിൽ നിന്നുള്ള 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആണ് വിശദീകരിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം മാറി പ്രിന്റ് ചെയ്തതാണ്. ഇത് +1 ജോസഫ് മുണ്ടശ്ശേരിയുടെ മലയാളത്തിന്റെ വേര് എന്ന പാഠഭാഗത്തു നിന്നുള്ള ചോദ്യമാണ്. ചോദ്യമെന്ന് നോക്കാം. സംഘകാലത്തെ പ്രാചീന വ്യാകരണ ഗ്രന്ഥം ഏത്? ഉത്തരം തൊൽക്കാപ്പിയം. ഉത്തരം തൊൽക്കാപ്പിയം. രണ്ടാമത്തെ ചോദ്യം, APJ അബ്ദുൽ കലാമിന്റെ ആത്മകഥയുടെ പേരെന്ത്? APJ അബ്ദുൽ കലാമിന്റെ ആത്മകഥയുടെ പേരെന്ത്? ഓപ്ഷൻസ്: ജീവിത സമരം, എന്റെ കഥ, കഴിഞ്ഞ കാലം, അഗ്നിച്ചിറകുകൾ. ഉത്തരം അഗ്നിച്ചിറകുകൾ. ഉത്തരം അഗ്നിച്ചിറകുകൾ. ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ അഗ്നിച്ചിറകുകൾ എന്ന ആത്മകഥയിൽ നിന്നും എടുത്തിട്ടുള്ള ഉദാത്തമായ സന്ദേശങ്ങൾ എന്ന പാഠഭാഗമാണ് പഠിക്കുവാനുള്ളത്. മൂന്നാമത്തെ ചോദ്യം, കൂട്ടിപ്പിടിച്ച വളയങ്ങളുമായി സഞ്ചരിക്കുന്നവർ ആര്? കൂട്ടിപ്പിടിച്ച വളയങ്ങളുമായി സഞ്ചരിക്കുന്നവർ ആര്? ഓപ്ഷൻസ്: നഗരവാസികൾ, നാടോടികൾ, വീട്ടുകാർ, പട്ടാളക്കാർ. ഉത്തരം വീട്ടുകാർ. ഉത്തരം വീട്ടുകാർ. പേജ് നമ്പർ 126 S ജോസഫിന്റെ ഉപ്പന്റെ കൂവൽ വരയ്ക്കുന്നു എന്ന കൃതിയിൽ നിന്നും എടുത്തിട്ടുള്ള നാടോടികളും വീട്ടുകാരും എന്ന കവിതയിൽ നിന്നുള്ള ചോദ്യമാണ്. നാലാമത്തെ ചോദ്യം, കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികൾക്കിടയിൽ പ്രചാരത്തിലിരിക്കുന്ന പ്രാചീന നാടൻ കല ഏത്? കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികൾക്കിടയിൽ പ്രചാരത്തിലിരിക്കുന്ന പ്രാചീന നാടൻ കല ഏത്? ഓപ്ഷൻസ്: തിരുവാതിരകളി, മാർഗംകളി, കൃഷ്ണനാട്ടം, തുമ്പിതുള്ളൽ പാട്ട്. ഉത്തരം മാർഗംകളി. ഉത്തരം മാർഗംകളി. കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികൾക്കിടയിൽ പ്രചാരത്തിലിരിക്കുന്ന പ്രാചീന നാടൻ കലയാണ് മാർഗംകളി. അഞ്ചാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ നായയെ കേന്ദ്ര കഥാപാത്രമാക്കിയ ചെറുകഥ ഏത്? താഴെ പറയുന്നവയിൽ നായയെ കേന്ദ്ര കഥാപാത്രമാക്കിയ ചെറുകഥ ഏത്? ഓപ്ഷൻസ്: ശബ്ദിക്കുന്ന കലപ്പ, മാണിക്യൻ, വെള്ളപ്പൊക്കത്തിൽ, ഓർമ്മയുടെ ഞരമ്പ്.
ഉത്തരം വെള്ളപ്പൊക്കത്തിൽ. ഉത്തരം വെള്ളപ്പൊക്കത്തിൽ. തകഴിയുടെ വെള്ളപ്പൊക്കത്തിലാണ് നായയെ കേന്ദ്ര കഥാപാത്രമാക്കിയ ചെറുകഥ. അടുത്തത് ചേരുംപടി ചേർക്കുവാനാണ്. 6 മുതൽ 9 വരെയുള്ള ചോദ്യങ്ങളാണ് ചേരുംപടി ചേർക്കുവാനുള്ളത്. ഓരോന്നിനും ഓരോ സ്കോർ വീതമാണ്. കുറച്ച് സാഹിത്യകാരന്മാരും അവരുടെ കൃതികളുമാണ് ചേരുംപടി ചേർക്കുവാൻ തന്നിരിക്കുന്നത്. നോക്കാം. എഴുത്തച്ഛൻ, ONV കുറുപ്പ്, കടമ്മനിട്ട രാമകൃഷ്ണൻ, ഗ്രേസി. കൃതികൾ: ഗൗളി ജന്മം, കോഴി, പെങ്ങൾ, ഗാന്ധാരി വിലാപം. ഇനി ഇതൊന്നോ ചേരുംപടി ചേർക്കാം. എഴുത്തച്ഛൻ, ഗാന്ധാരി വിലാപം. എഴുത്തച്ഛൻ, ഗാന്ധാരി വിലാപം. ONV കുറുപ്പ്, പെങ്ങൾ. ONV കുറുപ്പ്, പെങ്ങൾ. കടമ്മനിട്ട രാമകൃഷ്ണൻ, കോഴി. കടമ്മനിട്ട രാമകൃഷ്ണൻ, കോഴി. ഗ്രേസി, ഗൗളി ജന്മം. ഗ്രേസി, ഗൗളി ജന്മം. ഇത് ഈ ക്രമത്തിൽ എഴുതുക. അടുത്തത് 2025 അക്ഷരകൈരളി മാതൃകാ ചോദ്യപേപ്പറിൽ നിന്നുള്ള 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നാമത്തെ ചോദ്യം: ഗൗളി ജന്മം എന്ന കഥ ഏത് സമാഹാരത്തിൽ നിന്നും എടുത്തതാണ്? ഗൗളി ജന്മം എന്ന കഥ ഏത് സമാഹാരത്തിൽ നിന്നും എടുത്തതാണ്? ഓപ്ഷൻസ്: 2 സ്വപ്നദർശികൾ, പനിക്കണ്ണ്, 7 പെൺകഥകൾ, നരകവാതിൽ. ഉത്തരം 2 സ്വപ്നദർശികൾ. ഉത്തരം 2 സ്വപ്നദർശികൾ. രണ്ടാമത്തെ ചോദ്യം: കൂട്ടിപ്പിടിച്ച വളയങ്ങളുമായി യാത്ര പോകുന്നത് ആര്? കൂട്ടിപ്പിടിച്ച വളയങ്ങളുമായി യാത്ര പോകുന്നത് ആര്? ഓപ്ഷൻസ്: നഗരവാസികൾ, നാടോടികൾ, പട്ടാളക്കാർ, വീട്ടുകാർ. ഉത്തരം വീട്ടുകാർ. ഉത്തരം വീട്ടുകാർ. മൂന്നാമത്തെ ചോദ്യം: ഫോർത്ത് എസ്റ്റേറ്റിൽ ഉൾപ്പെടുന്നത് ഏത്? ഫോർത്ത് എസ്റ്റേറ്റിൽ ഉൾപ്പെടുന്നത് ഏത്? ഓപ്ഷൻസ്: ടെലിവിഷൻ, പത്രങ്ങൾ, കമ്പ്യൂട്ടർ, മൊബൈൽ ഫോൺ. ഉത്തരം പത്രങ്ങൾ. ഉത്തരം പത്രങ്ങൾ. നാലാമത്തെ ചോദ്യം: ഉറുപ്പികയുടെ കണക്ക് നോക്കിയിട്ടാണോ ചികിത്സ? ഡോക്ടർ പറഞ്ഞാൽ നമ്മൾ അത് ചെയ്യണം. ഇങ്ങനെ പറഞ്ഞതാര്? ഉറുപ്പികയുടെ കണക്ക് നോക്കിയിട്ടാണോ ചികിത്സ? ഡോക്ടർ പറഞ്ഞാൽ നമ്മൾ അത് ചെയ്യണം. ഇങ്ങനെ പറഞ്ഞതാര്? ഓപ്ഷൻസ്: രവിശങ്കർ, ബാബു, മാലിനി, രാജേന്ദ്രൻ. ഉത്തരം മാലിനി. ഉത്തരം മാലിനി. പേജ് നമ്പർ 59 MD വാസുദേവൻ നായരുടെ സുഹൃതം എന്ന തിരക്കഥയിൽ നിന്നുമുള്ള ചോദ്യമാണ്. അഞ്ചാമത്തെ ചോദ്യം: പെങ്ങൾ എന്ന കവിത ഏത് സമാഹാരത്തിൽ നിന്നും എടുത്തതാണ്? പെങ്ങൾ എന്ന കവിത ഏത് സമാഹാരത്തിൽ നിന്നും എടുത്തതാണ്? ഓപ്ഷൻസ്: ഉപ്പ്, അക്ഷരം, മയിൽപീലി, അപരാഹ്നം. ഉത്തരം അപരാഹ്നം. ഉത്തരം അപരാഹ്നം. അടുത്തത് ചേരുംപടി ചേർക്കുവാനാണ്. 6 മുതൽ 9 വരെയുള്ള ചോദ്യങ്ങളാണ് ചേരുംപടി ചേർക്കുവാൻ തന്നിരിക്കുന്നത്. ഓരോന്നിനും ഓരോ സ്കോർ വീതമാണ്. ചേരുംപടി ചേർക്കുവാൻ തന്നിരിക്കുന്നത് നോക്കാം. എഴുത്തച്ഛൻ, ഉള്ളൂർ, APJ അബ്ദുൽ കലാം, VP ഗംഗാധരൻ. തന്നിരിക്കുന്ന കൃതികൾ: കിരണാവലി, അഗ്നിച്ചിറകുകൾ, സ്ത്രീപർവം, ജീവിതമെന്ന അത്ഭുതം. ഇനി ഇതൊന്നു ചേരുംപടി ചേർക്കാം. എഴുത്തച്ഛൻ, സ്ത്രീപർവം. എഴുത്തച്ഛൻ, സ്ത്രീപർവം. ഉള്ളൂർ, കിരണാവലി. ഉള്ളൂർ, കിരണാവലി. APJ അബ്ദുൽ കലാം, അഗ്നിച്ചിറകുകൾ. APJ അബ്ദുൽ കലാം, അഗ്നിച്ചിറകുകൾ. VP ഗംഗാധരൻ, ജീവിതമെന്ന അത്ഭുതം. VP ഗംഗാധരൻ, ജീവിതമെന്ന അത്ഭുതം. ഇത് ഈ ക്രമത്തിൽ എഴുതുക. അടുത്തത് 2026 അക്ഷരകൈരളി മാതൃകാ ചോദ്യപേപ്പറിൽ നിന്നുള്ള 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നാമത്തെ ചോദ്യം: ഒരു നായയുടെ ദയനീയാവസ്ഥ അവതരിപ്പിക്കുന്ന ചെറുകഥ ഏത്? ഒരു നായയുടെ ദയനീയാവസ്ഥ അവതരിപ്പിക്കുന്ന ചെറുകഥ ഏത്? ഓപ്ഷൻസ്: ഗ്രീഷ്മജന്മം, വെള്ളപ്പൊക്കത്തിൽ, ശേഷങ്ങൾ. ഉത്തരം വെള്ളപ്പൊക്കത്തിൽ. ഉത്തരം വെള്ളപ്പൊക്കത്തിൽ. ഒരു നായയുടെ ദയനീയാവസ്ഥ അവതരിപ്പിക്കുന്ന ചെറുകഥയാണ് വെള്ളപ്പൊക്കത്തിൽ. രണ്ടാമത്തെ ചോദ്യം: ഒപ്പനയിലെ ഗാനങ്ങൾ രചിച്ചിട്ടുള്ളത് ഏത് രീതിയിലാണ്? ഒപ്പനയിലെ ഗാനങ്ങൾ രചിച്ചിട്ടുള്ളത് ഏത് രീതിയിലാണ്? ഓപ്ഷൻസ്: സുറിയാനി മലയാളം, അറബി മലയാളം, അറബി. ഉത്തരം അറബി മലയാളം. ഉത്തരം അറബി മലയാളം. മൂന്നാമത്തെ ചോദ്യം: T പത്മനാഭന്റെ ചെറുകഥ ഏത്? T പത്മനാഭന്റെ ചെറുകഥ ഏത്? ഓപ്ഷൻസ്: പുഴ കടന്ന് മരങ്ങളുടെ ഇടയിലേക്ക്, കൃഷിക്കാരൻ, അഗ്നി. ഉത്തരം പുഴ കടന്ന് മരങ്ങളുടെ ഇടയിലേക്ക്. ഉത്തരം പുഴ കടന്ന് മരങ്ങളുടെ ഇടയിലേക്ക്. നാലാമത്തെ ചോദ്യം: ഉദ്ബോധനം എന്ന കവിതയിൽ നട്ടെല്ല് വളയ്ക്കാതെ എന്ത് ചെയ്യാനാണ് കവി ആവശ്യപ്പെടുന്നത്? ഉദ്ബോധനം എന്ന കവിതയിൽ നട്ടെല്ല് വളയ്ക്കാതെ എന്ത് ചെയ്യാനാണ് കവി ആവശ്യപ്പെടുന്നത്? ഓപ്ഷൻസ്: ധീരനായി മുന്നോട്ട് ചാടിക്കുതിക്കുക, തളർന്നിരിക്കുക, ഓടിപ്പോവുക. ഉത്തരം ധീരനായി മുന്നോട്ട് ചാടിക്കുതിക്കുക. ഉത്തരം ധീരനായി മുന്നോട്ട് ചാടിക്കുതിക്കുക. അഞ്ചാമത്തെ ചോദ്യം: എന്റെ കൈത്തണ്ടിലി രാഗിച്ചരടു നീ ബന്ധിച്ചു, തെല്ലിട മിണ്ടാതെ നിന്നുപോകും. ആരുടേതാണ് ഈ വരികൾ? എന്റെ കൈത്തണ്ടിലി രാഗിച്ചരടു നീ ബന്ധിച്ചു, തെല്ലിട മിണ്ടാതെ നിന്നുപോകും. ആരുടേതാണ് ഈ വരികൾ? ഉത്തരം ONV കുറുപ്പ്. ഉത്തരം ONV കുറുപ്പ്.
ONV കുറുപ്പിന്റെ പെങ്ങൾ എന്ന കവിതയിൽ നിന്നുള്ള ഒരു ചോദ്യമാണിത്. പെങ്ങൾ എന്ന കവിത അദ്ദേഹത്തിന്റെ അപരാഹ്നം എന്ന കൃതിയിൽ നിന്നുമാണ് എടുത്തിട്ടുള്ളത്. 6ഉം 7ഉം ചോദ്യങ്ങൾ ചോദ്യപേപ്പറിൽ പ്രിന്റ് ചെയ്തിട്ടില്ല. അടുത്തത് 8ാമത്തെ ചോദ്യം. മണ്ണിന്റെ ഫലഭൂയിഷ്ഠത നഷ്ടപ്പെടുന്നത് എങ്ങനെ? മണ്ണിന്റെ ഫലഭൂയിഷ്ഠത നഷ്ടപ്പെടുന്നത് എങ്ങനെ? ഉത്തരം, കാറ്റും കുത്തിയൊലിക്കുന്ന വെള്ളവും മൂലം വളക്കൂറുള്ള മേൽമണ്ണ് നീക്കം ചെയ്യപ്പെടുന്നത് കൊണ്ട്. മറ്റൊന്ന്, അമിതമായ രാസവള പ്രയോഗം. 9ാമത്തെ ചോദ്യം. ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന ജലത്തിന്റെ പകുതിയും ഏത് സ്രോതസ്സിൽ നിന്നാണ്? ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന ജലത്തിന്റെ പകുതിയും ഏത് സ്രോതസ്സിൽ നിന്നാണ്? ഉത്തരം, ഭൂഗർഭ സ്രോതസ്സുകളിൽ നിന്ന്. ഉത്തരം, ഭൂഗർഭ സ്രോതസ്സുകളിൽ നിന്ന്. 10ാമത്തെ ചോദ്യം. ജലം മലിനമാകുന്നത് എങ്ങനെ? ജലം മലിനമാകുന്നത് എങ്ങനെ? ഉത്തരം, രാസവളങ്ങൾ, കീടനാശിനികൾ എന്നിവയുടെ അമിതമായ ഉപയോഗം ജലം, വായു, മണ്ണ് എന്നിവയെ മലിനപ്പെടുത്തുന്നു. കൂടാതെ വ്യാവസായിക മാലിന്യങ്ങൾ, ഗാർഹിക മാലിന്യങ്ങൾ എന്നിവ ജലാശയങ്ങളിലേക്ക് ഒഴുകിയെത്തുമ്പോഴും ജലം മലിനമാകുന്നു. ഈ ക്ലാസ് ഇവിടെ പൂർണ്ണമാവുകയാണ്. തുടർന്നും ഇതുപോലെയുള്ള ക്ലാസുകൾ ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ ക്ലാസുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി അറിയിക്കുക. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.